السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. ما بعد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 41. അൽ ഫസ്ലു താസിഉ ഫി തവസ്സുലി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലം യകുൻ ഫീ മആദി ആഖിദൻ ബിയദി ഫദ്ലൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. ഹാശാഹു അൻ യുഹിദിമ റാജി മകാരിമഹു അൻ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي غير ملتزم. ولن يفوت الغنى منه يدا تربت إن الحياء ينبت الأزهار في اللكم. ولم أجد زهرة الدنيا التي اختطفت يدا زهير بما أثنى على هرمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. إن لم يكن في معادي آخذا بيدي فضلا. അന്ത്യനാളിൽ ഔദാര്യമായി എന്റെ കൈ പിടിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലെങ്കിൽ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, എന്നെ അടിതെറ്റിയവനെ, അടിപതറിയവനെ എന്ന് നീ വിളിക്കുക. ഹാശാഹു അൻ യുഹിദിമ, ഹാശാഹു അൻ യഹിദിമ റാജി മകാരിമഹു അൻ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി. അവിടുത്തെ ഔദാര്യം തേടി ആഗ്രഹിച്ചു വരുന്നവരെ ഔദാര്യത്തെ തൊട്ട് തടയുന്നതിൽ നിന്നും, തന്റെ സാമീപ്യം തേടി വരുന്നവർ ആദരിക്കപ്പെടാതെ മടങ്ങിപ്പോകുന്നതിൽ നിന്നും പരിശുദ്ധരാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ومنذ ألزمت أفكاري مدائحه وجدته لخلاصي خير ملتزم. സകലമാന പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം ആഗ്രഹിച്ചും ആഗ്രഹ സഫലീകരണം മോഹിച്ചും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്തുതി കീർത്തനങ്ങളിൽ എന്റെ ചിന്തകളെ ഞാൻ തളച്ചതു മുതൽ സകല കാര്യങ്ങളിലും എന്റെ മോചകരായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടെത്തി. വലൻ യഫൂതൽ ഗിനാ മിൻഹു യദൻ തരിബത് ഇന്നൽ ഹയാ യുംബിതുൽ അസ്ഹാറ ഫിൽ അകമി. ശൂന്യവും ദാരിദ്ര്യം പിടിച്ചതുമായ കൈകളിൽ പോലും അവിടുത്തെ ഔദാര്യം എത്തിച്ചേരാതിരിക്കില്ല. കാരണം ധാരാളമായ മഴ, കാലവർഷം തരിശു ഭൂമിയിലും ഉയർന്ന പ്രദേശങ്ങളിൽ പോലും മഴവെള്ളം നിൽക്കാത്ത ഉയർന്ന പ്രദേശങ്ങളിൽ പോലും പുഷ്പങ്ങളെ വിരിയിക്കുമല്ലോ. വകം വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖത്തഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി. ഹരിമു ബിനു സിനാൻ ബിനു ഹാരിസത്തുൽ മുസ്നി എന്ന അറബികളിലെ വലിയ ധർമ്മിഷ്ഠനായ നാട്ടുരാജാവിനെ പാടി പുകഴ്ത്തിക്കൊണ്ട് സുഹൈർ ബിനു അബി സലമത്ത എന്ന കവിയുടെ ഇരുകരങ്ങളും ആ കവിയുടെ ഇരുകരങ്ങളും പറിച്ചെടുത്തതുപോലെയുള്ള ഈ ലോകത്തിന്റെ പുഷ്പങ്ങളെയല്ല ഞാൻ ആശിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. അങ്ങനെ ആ രാജാവിനെ പാടിപ്പുകഴ്ത്തി ആ കവി പറിച്ചെടുത്തത് ഈ ലോകത്തിന്റെ പുഷ്പങ്ങളാണെങ്കിൽ ഞാൻ ആശിക്കുന്നതും ഉദ്ദേശിക്കുന്നതും അങ്ങനെയുള്ളത് അല്ല. ഇല്ലം യകുൻ
ഫി മആദി ആഖിദൻ ബിയദി ഫളൻ ഇല്ലം തക്കുൻ എന്നും ചില നുസ്ഖകളിൽ ഉണ്ട്. അപ്പോ ഇല്ലം തക്കുൻ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മആദി ഐ ഫി സമാനി അഊദി ഇലല്ലാഹി തആല ലിൽ ഹിസാബി വൽ ജസാഇ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വിചാരണക്കും പ്രതിഫലത്തിനും വേണ്ടി അല്ലാഹു തആലയെ കൊള്ള മടങ്ങുന്ന ആ സമയത്തിൽ തങ്ങൾ ആയില്ലെങ്കിൽ, വഹുവ യൗമുൽ ഖിയാമത്തി, അത് ഖിയാമത്ത് നാളാണ്, ആയിട്ടില്ലെങ്കിൽ ആഖിദം ബിയദി മുസഫിഅൻ ലി വശാഫിഅൻ ഫിയ, തങ്ങൾ എൻ്റെ കൈ പിടിച്ചവരായിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നിൽ ശഫാഅത്ത് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്നവരായി തങ്ങളായിട്ടില്ലെങ്കിൽ, ഫളൻ മിങ്ക, അത് തങ്ങളിൽ നിന്നുള്ള ഔദാര്യമായിട്ട്, അല്ലാതെ ലാ വുജൂബൻ അലൈക, എനിക്ക് അങ്ങനെ ശഫാഅത്ത് ചെയ്യൽ തങ്ങളുടെ മേൽ നിർബന്ധമുള്ള കാര്യം അല്ലല്ലോ. ഔലി അജലി ഫളിക വ ഇഹ്സാനിക അശാമിലി ജമീഇൽ ഉമ്മത്തി, എല്ലാ ഉമ്മത്തിനെയും ഉൾപ്പെടുത്തുന്ന തങ്ങളുടെ ശഫാഅത്ത് ഉണ്ടല്ലോ, തങ്ങളുടെ ഫളിലും ഇഹ്സാനുമായിട്ട് ലഭിക്കുന്ന, അങ്ങനെ ലഭിക്കുന്ന ആ ഒരു ശഫാഅത്ത് എനിക്ക് എൻ്റെ ആ വിചാരണ സമയത്തും പ്രതിഫലം നൽകുന്ന ആ ദിവസത്തിലും എനിക്ക് ലഭിച്ചില്ലെങ്കിൽ, നബിയെ, എന്റെ കാര്യം വളരെ കഷ്ടമാണ്. വഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി ഫളൻ വഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി ഫള, ആ എന്റെ മടക്ക ദിവസത്തിൽ തങ്ങളുടെ ഔദാര്യമായി എന്റെ കൈ തങ്ങൾ പിടിച്ചവനായിട്ടില്ലെങ്കിൽ, തങ്ങൾ പിടിച്ചില്ലെങ്കിൽ, എനിക്ക് തങ്ങൾ ശുപാർശ ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ ഫഖുൽ, നീ പറഞ്ഞോ, യാ സല്ലത്തൽ ഖദമി, അത് ഖിതാബാണ് ലിമൻ ജറദഹു മിൻ നഫ്സിഹി, സ്വന്തം ഒരു ഈ ഇത്തരം കാര്യങ്ങൾ ലഭിക്കാത്ത ആ നഫ്സിനോട് പറയാൻ വേണ്ടി പറയാണ്. യാ സല്ലത്തൽ ഖദമി, യാ സല്ലത്തൽ ഖദമി, അടി തെറ്റിയവനെ, അടി പതറിയവനെ, ഐ റദാഅത്തൽ ഹാലി വസൂഅൽ മുൻഖലബ്, അവസ്ഥ വളരെ താഴ്ന്നവനെ, വളരെ മോശം അവസ്ഥയിലുള്ളവനെ, വസൂഅൽ മുൻഖലബി, വിചാരണക്കായി മഹ്ശറയിലേക്ക് ചെന്ന മോശം അവസ്ഥയിൽ ചെന്നവനെ എന്ന് നീ പറഞ്ഞോ. ഇനി ഇല്ലം തക്കുൻ എന്നല്ല, ഇല്ലം യക്കുൻ എന്നാവുമ്പോഴും അർത്ഥം ഇല്ലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ യൗമി ഔദി ഇലല്ലാഹി തആല, അള്ളാഹിനെ കൊള്ള ഞാൻ മടങ്ങുന്ന ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിട്ടില്ലെങ്കിൽ, ആഖിദൻ ബിയദി, എന്റെ കൈ പിടിച്ചവരായിട്ടില്ലെങ്കിൽ, അതെങ്ങനെ, ബിഅൻ യശ്ഫഅലി, അവിടുന്ന് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാം, അങ്ങനെ ചെയ്തുകൊണ്ട് എന്റെ കൈ പിടിച്ചില്ലെങ്കിൽ, ഹാല കൗനി ദാലിക ഫദ്ലൻ മിന്നു, അത് നബി തങ്ങളിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്, അല്ലാതെ ലാലി സാബിഖത്തി മിന്നി തഖ്തദി ദാലിക, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ മാത്രം എന്തെങ്കിലും എന്നിൽ നിന്ന് അതിനെ തേടുന്ന വല്ലതും എന്നിൽ നിന്ന് മുമ്പ് ഉണ്ടായതിന്റെ പേരിലല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഫഖുൽ യാ സല്ലത്തൽ ഖദമി വഹുവ കിനായത്തുൻ അൻ സൂഇൽ ഹാലി വൽ വുഖൂഇ ഫി ശിദ്ദത്തി. അപ്പോ ഈ യാ സല്ലത്തൽ ഖദമി എന്ന് നീ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവസ്ഥ വളരെ മോശമാണ്, അവൻ വലിയ പ്രയാസത്തിലാണ് അധപ്പതിച്ചിട്ടുള്ളത് എന്നതിനെ തൊട്ട് കിനായത്താണ്. വഇല്ലം യകുൻ ഫീ ദാലിക്കൽ യൗമി, ആ ദിവസത്തിൽ അവിടുന്ന് ആയിട്ടില്ല, ആഖിദൻ ബിയദി, എന്റെ കൈ പിടിച്ചവരായിട്ടില്ല, ബി അങ്കാന ആഖിദൻ ബിയദി ഫഖുൽ യാ സബാത്തൽ ഖദമി, കൈ പിടിച്ചാൽ സബാത്തൽ ഖദമി എന്ന് നീ പറഞ്ഞോ, എന്റെ കാലുകൾ ഉറച്ചവനെ എന്ന് നീ പറഞ്ഞോ. വഹുവ കിനായത്തുൻ അൻ ഹുസ്നിൽ ഹാലി വഹുസൂലി നിഅമത്തി,
ആ സബാത്തൽ ഖദം എന്ന് പറയുന്നത് നല്ല അവസ്ഥ, നല്ല അനുഗ്രഹം ലഭിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അപ്പൊ അതൊന്നില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥനെ പറ്റിയാണ് യാ സല്ലത്തൽ ഖദമി എന്ന് പറഞ്ഞിട്ടുള്ളത്. അൽ-ഉംദ ഫി ശറഹിൽ ബുർദ, ബാജൂരി എന്നിവയിലൊക്കെ ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഹാശാഹു അൻ യഹരിമ റാജി മകാരിമഹു. അൻ യഹരിമ എന്നും അൻ യുഹരിമ എന്നും രണ്ടും അവിടെ വായിക്കാം. ഹാശാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തൻസീഹൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പരിശുദ്ധമാക്കാണ്. അൻ യുഹരിമ, ആ റസൂലുള്ള വിലങ്ങലിനെ തൊട്ട്, ആരെ? അറാജിയ. അൻ യുഹരിമ അൻ യംനഅ മിൻ അഹ്റമ അർറുബാഇ, റുബായിയായ അഹ്റമയെന്ന് പിടിച്ചെടുക്കപ്പെട്ടതാകാം. മബ്നിയൻ ലിൽ ഫാഇൽ എപ്പോഴൊക്കെ മഅറൂഫാണ്. വൽ ഫാഇലു ളമീറുൻ യഊദു ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ളമീർ മടങ്ങുന്നത് റസൂലുള്ളാഹിയിലേക്കാണ്. ഔ മിൻ ഹറമ അസുലാസി, സുലാസിയായ ഹറമയെന്നും ആവാം. അപ്പോഴും മബ്നിയൻ ലിൽ മഫ്ഊൽ, മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടതായ നിലക്ക് ഹാശാഹു അൻ യുഹറമ റാജി. അപ്പോ അൻ യുഹരിമ റാജി മകാരിമഹു. റാജി എന്ന് പറഞ്ഞാൽ റജായിൽ നിന്ന് പോകുന്ന ഇസ്മുഫായിലാണ് റാജി. ആഗ്രഹിക്കുന്നവൻ, ഖൈറിനെ ആഗ്രഹിക്കുന്നവൻ, അതാണ് റാജി. ഒന്നുകിൽ നായുഫായിലാണ്, ഈ പിന്നെ യുഹറമ റാജി എന്ന് മജൂലായി വായിക്കുമ്പോൾ റാജി എന്നുള്ളത് നായിഫായിലാണ്. അല്ലെങ്കിൽ യുഹരിമ എന്ന് വായിക്കുകയാണെങ്കിൽ അത് മഫ്ഊലുൻ ബിഹിയാണ്. റാജി എന്നുള്ളതിന് അവിടെ റാജിയ എന്ന് വായിക്കേണ്ടടുത്ത് സുക്കൂൻ ചെയ്തത് അത് അങ്ങനെ ബൈത്തിന് വേണ്ടിയൊക്കെ ചെയ്തതാവാം. അപ്പോ അവിടുത്തെ ഔദാര്യം, മക്കാരിമഹു, റാജി മക്കാരിമഹു, മക്രുമത്തിന്റെ ജമ്മാണ് മക്കാരിമ. ഈ മഅനൽ കറാമത്തി, അവിടുത്തെ ഔദാര്യത്തെ തേടി വരുന്നവരെ തടയലിനെ തൊട്ട് പരിശുദ്ധനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഔ യർജി അൽ ജാറുമിൻ, അതല്ലെങ്കിൽ അവിടുത്തെ സാമീപ്യം തേടി വരുന്നവരെ. ഔ യർജി അൽ ജാറു മിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ ദാഖിലു ഫീ ജിവാരി, റസൂലുള്ളാഹിന്റെ സാമീപ്യത്തിൽ വഖദ് ദക്കറൽ ഫുഖഹാഉ അന്നൽ ഇസ്തിഗാല ബിശ്ശിഅരി അല അഖ്സാമി. ഫുഖഹാഉ പറയുന്നു, ഈ കവിത കൊണ്ട് ജോലിയാകൽ അത് വിവിധ ഇനങ്ങളാണ്. ഒന്ന് മംദൂഹാണ്, മറ്റൊന്ന് മദ്മൂമാണ്, മറ്റൊന്ന് മുബാഹാണ്. ഫൽ മംദൂഹു, ഈ ഷിഅർ, മംദൂഹായ ഷിഅർ എന്ന് പറയുന്നത് മാകാന ബാഇസൻ അലൽ ഖൈരി, ഖൈറിന്റെ മേൽ പ്രേരകമായ കവിത. വ മുറഖിബൻ ഫിൽ ഫളായിലി, ശ്രേഷ്ഠതകളിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന കവിതകൾ. വ മുറഖിമൻ ലിൽ കഫറത്തി വൽ ഫസഖത്തി, പ്രൗഢികളെയും സത്യനിഷേധികളെയും നിന്ദിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്ന കവിതകൾ. അൽ അറാദിലി, നിന്ദ്യന്മാരായ ഫാസിഖീങ്ങളെ, റൗഡികളെ. വരിദാകാന സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യസ്മഉ അശ്ആറ സഹാബത്തി, സഹാബത്തിന്റെ പദ്യങ്ങളെ കേൾക്കുമായിരുന്നു. കഹസാനിൻ വഗൈരിഹി, സഹാബത്തിലുള്ള കവികളാണ് ഹസാൻ എന്നവരും ഹസാൻ അല്ലാത്ത മറ്റു പലവരുണ്ട്. കഅബ് ബിൻ സുഹൈറുൽ അസ്ലമി ഉണ്ട്, അങ്ങനെ പലവരുമുണ്ട്. വസമിഅ അയ്ളൻ ഖസീദത കഅബ് ബിൻ സുഹൈരിൻ,
അല്ലത്തി മത്ലഉഹ ബാനത്ത് സുആദു ഫഖൽബി ലൗമ മത്ബൂലു എന്ന് തുടങ്ങുന്ന ബാനത്ത് സുആദയുടെ രചയിതാവായ കഅബ് ബിൻ സുഹൈർ തങ്ങൾ ഖസീദ ചൊല്ലിയപ്പോ റസൂലുള്ളാഹി അത് കേൾക്കുകയും وأجازه عليها ببردته التي بيعت بعد موته من معاوضة ب10,000 دينار بعد أن طلبها منهم في حياته ب10,000 درهم. റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ഒരു ബുർദ, ഒരു ശരീരത്തിലിടുന്ന ഒരു കരിമ്പടം ബഹുമാനപ്പെട്ടവർക്ക് സമ്മാനമായി നൽകി. റസൂൽ ഈ ഹസ്സാൻ എന്നവര് വഫാത്തായ ശേഷം 10,000 ദീനാറ് പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ 10,000 ദീനാറിന് പകരമായി അതിനെ വിൽക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് 10,000 ദിർഹമിന് ചോദിച്ചിരുന്നു. അദ്ദേഹം അത് വിറ്റില്ല. വഖാല, അദ്ദേഹം അപ്പൊ പറഞ്ഞത്, മാ കുന്തു ലഊസിറു ബിസൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി നൽകിയ ഒരു വസ്ത്രത്തിന് പകരം ഞാൻ മറ്റൊന്നിനെയും തെരഞ്ഞെടുക്കുകയില്ല എന്നാണ്. അപ്പോ ആ നിലക്ക് റസൂലുള്ളാഹി കേട്ടിരുന്നു ഈ നല്ല കാര്യങ്ങളുടെ മേൽ പ്രേരകമായ കവിതകളെ, ശ്രേഷ്ഠതകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, നിഷേധികളെയും താഴ്ന്ന വിധത്തിലുള്ള റൗഡികളെയും നിന്ദിക്കുകയും നിസാരമാക്കുകയും ചെയ്യുന്ന കവിതകൾ ചൊല്ലുന്നതും റസൂലുള്ളാഹി കേട്ടിരുന്നു. വഹാദൽ ഖിസ്മു, ഈ മംദൂഹ് യൻഖസിമു ഇലാ വാജിബിൻ വ മന്ദൂബിൻ, അത് വാജിബ് മന്ദൂബ് എന്നിങ്ങനെ 2 ഹുക്മിലേക്ക് ഓഹരിയാവും. അപ്പോ മംദൂഹ് എന്ന് പറഞ്ഞാല് ഈ ഷെയറിൽ നിന്ന് സ്തുതിക്കപ്പെടുന്ന ഷെയറുകൾ, അത് ചിലപ്പോ വാജിബായിട്ട് വരാം, ചിലപ്പോ സുന്നത്തായിട്ട് വരാം. രണ്ടാമത്തെ ഇനം മദ്മൂമുൻ, ഈ ഷെയർ മദ്മൂമ. മദ്മൂമ് എന്ന് പറഞ്ഞാൽ ഫമാ തറത്തബ അലൈഹി മഫ്സദത്തുൻ ദീനിയത്തുൻ ഔ ദുന്യവിയത്തുൻ, ദീനിയോ ദുന്യവിയോ ആയ നാശങ്ങൾ തുടർന്നു വരുന്ന കവിതകൾ. ഏതുപോലെയൊക്കെ മദ്ഹി അബ്നാഇ ദുന്യ, ദുന്യാവിന്റെ മക്കളെ മദ്ഹ് ചെയ്യുക, ദുന്യാവിലുള്ള വലിയ വലിയ ആൾക്കാരെ. ലിഖസ്തി ഇസ്തിജ്ലാബി മാ ഫി ഐദീഹി മിനൽ ഹുതാമിൽ ഫാനി, അവരുടെ കൈവശത്തിലുള്ള ഈ ഭൗതികമായ ചില താല്പര്യങ്ങൾ തന്നിലേക്ക് വലിച്ചടിപ്പിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട്, സമ്പത്തും സമ്മാനങ്ങളും. വത്തഖറുബി ഇലൈഹിം വസ്തിമാലത്തി ഖുലൂബിഹിം, അവരിലേക്ക് അടുപ്പം ലഭിക്കണം, അവരുടെ ഹൃദയങ്ങൾ ഇവനിലേക്ക് ചായണം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, വനുഫൂദിൽ കലിമത്തി ഇൻദഹും, അവരടുക്കൽ ഇവന്റെ ചില വാക്കുകൾ നടപ്പിലാവണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്, മഅൽ മുബാലഗത്തി ഫി ഔസാഫിഹിം ബിമാ യഖൂദു ഇലൽ കദിബി, അവരെ വർണ്ണിക്കുന്നതിൽ വളരെ അമിതത്വം കാണിക്കുക, ചിലപ്പോൾ അത് കളവിലേക്ക് കൂട്ടും, കളവ് വരെ ആ മദ്ഹുകളിൽ ഉണ്ടാവും. ഫയജുറു ഇലൽ ബാത്തിലി, ബാത്തിലിലേക്ക് വലിച്ചു കൂട്ടും. അത് ചിലപ്പോ നിശ്ചിത പെണ്ണുങ്ങളെ സംബന്ധിച്ചോ അതുപോലെ മറ്റുള്ള ഈ വികാരം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള മദ്ഹിനെ സംബന്ധിച്ച് അലൈഹി ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ ഫി വുജൂഹിൽ മദ്ദാഹീൻ, വല്ലാതെ മദ്ഹ് പറയുന്ന, പുകഴ്ത്തി പറയുന്നവരുടെ മുഖത്തിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടുവീൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഇത്തരത്തിലുള്ള മദ്ഹുകൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചാണ് എന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മദ്ഹുകൾ, ഈ മദ്മൂമായ മദ്ഹ് ഹറാമിലേക്ക് ഓഹരിയാകും, മക്രൂഹിലേക്കും. അത് 2 വിധം വരും. അപ്പോ മൊത്തത്തിൽ 4 ആയി. വൽ മുബാഹു
മറ്റൊന്ന് മുബാഹായ ഷെയറാണ്. മാ ലാ യതഅല്ലഖു ബിഹി മസ്ലഹത്തുൻ ഉഖ്റവിയ്യ, ആ കവിതയോട് പാരത്രികമായ നേട്ടങ്ങളൊന്നും ബന്ധിക്കാത്ത ചില കവിതകൾ. എന്നാൽ വലാ യതറത്തബു അലൈഹി മഫ്സദത്തുൻ ദീനിയത്തുൻ, ദീനിയായ നാശങ്ങളും അതിന്റെ മേൽ തുറന്നു വരുന്നില്ല. കമദ്ഹിൽ മിയാഹി, വള്ളങ്ങളെ സംബന്ധിച്ച് പോഴ്ത്തി പറയാ, വല്ല അശ്ശാരി, മരങ്ങളെ സംബന്ധിച്ച്, വല്ല അമാക്കിനി, ചില പ്രദേശങ്ങളെ സംബന്ധിച്ച്, വല്ല അഴസാരി, ചില കാലങ്ങളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പോഴ്ത്തി പറയാ. അതുകൊണ്ടൊന്നും കോട്ടങ്ങളൊന്നുമില്ല, ഉഖ്റവിയായ നേട്ടമില്ല, അത് മുബാഹാണ്. ഇപ്പൊ വഹറ അന്ന ഷെയറ തഅ്തരീഹിൽ അഹ്കാമുൽ ഖംസത്തു, ഇപ്പൊ നമുക്ക് വ്യക്തമായത് എന്താണ്? കവിത എന്നതിനോട് 5 ഹുക്കുമും അതിന് പുതുതായി വരും. കവിതയുടെ നിലയനുസരിച്ചു കൊണ്ടാണ് അത് വാജിബാണോ, മന്ദൂബാണോ, ഹറാമാണോ, മക്രൂഹാണോ, മുബാഹാണോ എന്നൊക്കെ തീരുമാനിക്കൽ. അൽ ഉംദ ഫി ശറഹിൽ ബുർദ, അതിന്റെ 624 പേജിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഖല്ലദാനിയമാ തുഖ്ശാ അവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി, അന്ത്യം ഭയപ്പെടേണ്ട ആ 2 കാര്യങ്ങളും ദുനിയാവിലെ ആളുകളെ സംബന്ധിച്ചുള്ള കവിതയും അതുപോലെ തന്നെ ദുനിയാവിലുള്ള പ്രമുഖരായ ആളുകൾക്ക് വേണ്ടിയുള്ള രാജസേവയും, ഈ 2 കാര്യങ്ങളും എനിക്ക് കഴുത്തിൽ ആഭരണമണിയിച്ചു തന്നു. കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി, അതു കാരണം ഹറമിലേക്കുള്ള ബലിമൃഗത്തെ പോലെയാണ് ഞാനിപ്പോൾ മാറിയിരിക്കുന്നത്. ആ ബലിമൃഗത്തെ പോലെയായി ഞാനിപ്പോൾ മാറിയിരിക്കുകയാണ്. ഇത് എന്നുള്ളത് ലർഫിയത്തുൻ തഅലീലിയത്തുൻ, കാരണം എന്ന ഒരു എല്ലത്തിന്റെ ഇതാണ്. ഖല്ലദാനി എന്നുള്ളത് ഫീല്, ളമീർ, ഫായില്, നീ നൂൻ വിഖായ, യാ മുതകല്ലിം മഫ്ഊല്, അത് മഫ്ഊലാണ്. ഖല്ലദാനി, ഖല്ലദ എന്നുള്ളത് ഫീല്, ളമീർ, ഫായിലാണ്. ഈ കവിതയും അതുപോലെ തന്നെ ഈ ഖിദ്മത്തും എന്നർത്ഥം. അത് രണ്ടും എനിക്ക് ആഭരണമണിയിച്ചിരിക്കുന്നു എന്റെ കഴുത്തിൽ. മാ രണ്ടാം മഫ്ഊല്, ഐ അംറൻ എന്നർത്ഥം, ഒരു കാര്യത്തെ. തുഖ്ശാ അവാഖിബുഹു, തുഖ്ശാ ഫീല് ലം യുസമ്മ ഫായില്, അവാഖിബു എന്നുള്ളത് നായിബ് ഫായില്, ഹു മുളാഫുൻ ഇലൈഹി, ജുംല ഈ മാക്ക് സിഫത്ത്. കഅന്നനി കാഫ് തശ്ബീഹാണ്. നീ നൂൻ വിഖായ, യാ മുതകല്ലിം കഅന്നന്റെ ഇസ്മാണ്. ബിഹിമാ ജാറു മജ്റൂർ, ജാറു മജ്റൂർ ഹാലാണ് കഅന്നന്റെ ഇസ്മിൽ നിന്ന്. സ്വാഹിബാല് കഅന്നന്റെ ഇസ്മാണ്, ഞാൻ തന്നെ, അത് 2 കൊണ്ടും. ഹദിയുൻ, ഹദിയ പോലെയാണ്. ബിഫത്ഹിൽ ഹായി വസുകൂനി ദാലി, ഖബറു കഅന്ന, കഅന്നന്റെ ഖബറാണ്. മിനൻ നഅമി, നൂനിനും ഐനിനും ഫത്ഹ് കൊണ്ട്. എങ്ങനത്തെ പിന്നെ നഅ്തു ഹദിയൻ, ഹദിയക്ക് സിഫത്ത. ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് ഹറമിലേക്കുള്ള ഹദിയ പോലെയായി ഞാൻ മാറിയിട്ടുണ്ട്. ഖല്ലദാനി അയശ്ശിഉറു വൽ ഖദമു ലി അബ്നാഇ ദുനിയ,
ഈ കവിതയും ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടിയുള്ള സേവനവും. ഖല്ലദ എന്നുള്ളത് തഖ്ലീദിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഇൽത്തിസാമു ഷൈഇ വജഅലുഹു ഫിൽ ഉനുഖി ഹിസ്സൻ ഔ മഅന. ഹിസ്സൻ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന വിധത്തിലോ അതല്ലെങ്കിൽ കാണാത്ത വിധത്തിൽ മാനവിയായ നിലക്കോ ഉനുഖിൽ ഒരു വസ്തുവിനെ ആക്കുക. ഖല്ലദ എന്നുള്ളത് തദ്ഈഫ് കൊണ്ട് ഫഅല വസ്നിന് യതഅദ്ദാ ഇലാ മഫ്ഊലൈനി, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്നുണ്ട്. ഇവിടെ രണ്ട് മഫ്ഊലിൽ നിന്ന് അവ്വലുഹുമ ഒന്നാമത്തേത് ളമീറുൽ മുത്തക്കല്ലിമി, നിയ എന്ന് പറയുന്ന മുത്തക്കല്ലിമിന്റെ ളമീറാണ്. വസാനിഹിമ രണ്ടാം മഫ്ഊല് മാ തുഖ്ശാ, മാ എന്നുള്ളതാണ്. ഐ ശൈഅൻ തുഖാഫു, ഒന്നിനെ, ഒരു വസ്തുവിനെ. തുഖാഫു ആ അവാഖിബുഹു അതിന്റെ അന്ത്യം പേടിക്കപ്പെടേണ്ടതാണ്. മിനൽ ആസാമി വൽ ഔസാരി, അതെന്താണ്? കുറ്റങ്ങളും തെറ്റുകളും ആണ് അതിന്റെ അന്ത്യം. ആഖിബത്തിന്റെ ജമ്മാണ് അവാഖിബ്. വഹിയ മആലു ശൈഇ വ മർജിഉഹു, ഒരു വസ്തുവിന്റെ മടക്കം, അതാണ് ആഖിബത്ത് എന്ന് പറഞ്ഞാല്. വഹിയലിൽ ഖൈരി ഇൻദൽ ഇത്ലാഖ്, പൊതുവെ ആഖിബത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അന്ത്യം, മടക്കം നല്ലതാവുക, അന്ത്യം നല്ലതാവുക എന്ന അർത്ഥത്തിലാണ് പറയല്. ഇവിടെ അതല്ല, ഇവിടെ കുറ്റങ്ങളും തെറ്റുകളുമായിട്ടുള്ള അന്ത്യത്തെ പേടിക്കപ്പെടേണ്ട ഒരു കാര്യത്തിനെയാണ് എൻ്റെ കഴുത്തിൽ ആഭരണമായിട്ട് അത് രണ്ടും അണിയിച്ചിട്ടുള്ളത്. അപ്പോ വലാ തുസ്തഅമലു ഫി ശർരി ഇല്ലാ ബി ഖൈദിൻ യുഫീദു ദാലിക, ഷർറില് ഇതിനെ ഉപയോഗിക്കപ്പെടുമ്പോ ആ ഷർറിനെ ഫായിദ വെപ്പിക്കുന്ന ഒരു ഉപാധി വേണം എന്നുള്ളതാണ്. കഅന്നനി ബിഹിമ ഐ മിൻ അജലി ശിഅരി വൽ ഖദമിൽ മദ്കൂറൈനി, മേൽ പറയപ്പെട്ട ആ സേവനം അതുപോലെ തന്നെ പദ്യം, കവിത, ഇവ കാരണമായിട്ട് ഞാൻ ഞാനൊരു ഹദിയ പോലെയാണ്. വഹുവ ഹദിയ എന്ന് പറയുന്നത് മുഖ്തസുൻ ഉർഫൻ ബിമാ യുഹ്ദാ ഇലൽ ബൈത്തുൽ ഹറം, ബൈത്തുൽ ഹറാമിലേക്ക് ഹദിയയായി നൽകപ്പെടുന്ന ഒന്നുകൊണ്ട് പ്രത്യേകമായതാണ് ഉർഫനുസരിച്ച്. ആ ഹദിയ എന്തിനാൽ? മിനൻ നഅമി, എന്തിൽപ്പെട്ട? അൽ ഇബിലി വൽ ബഖരി വൽ ഗനമി, ഗനമിനാലും ബഖറിനാലും ഇബിലിനാലും ഒട്ടകത്തിനാലും. ബയാനുൽ ലിൽ ഹദിയാണ് മിനൻ നഅമി എന്നുള്ളത്. ഇവിടെ ശബഹിന്റെ വജ്ഹ് ഖുർബുൽ ഹലാക്കി വഹഖാറത്തുൽ മുഖല്ലദി ബിഹി, നാശം അടുത്താണല്ലോ. ഇതിനെ ഹദിയയാകുമ്പോ ഹറമിൽ കൊണ്ടുപോയി അറക്കും. അതുപോലെ തന്നെ ഇതുകൊണ്ട് കഴുത്തിൽ ആഭരണം അണിയിക്കപ്പെട്ടത് നിസ്സാരമായ ഒരു കാര്യമാണ്, നിന്ദ്യതമായ കാര്യമാണ് എന്നൊക്കെ ഇവിടെ ഈ തശ്ബീഹ് കൊണ്ടുവരുന്നു. അപ്പോ നാദിമ് മുഖല്ലദും ബിമാ യതറത്തബു അലാ ശിഅരിഹി വഖിദ്മത്തിഹി ലിഅബ്നാഇ ദുനിയ മിനൽ കദിബി വൽ ബാത്തിലി വതഅളീമി മാ ഹഖറല്ലാഹു മിനദ് ദുനിയ വഅർബാബിഹ. നാദിമ് ഇവിടെ മുൻകാലത്ത് ഈ ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുകയും അവർക്ക് വേണ്ടി കവിത രചിക്കുകയും ചെയ്തതു കാരണമായി തുടർന്നു വന്ന കളവ്, ബാത്തില്, അതുപോലെ തന്നെ അള്ളാഹു നിസ്സാരമാക്കിയ ദുനിയാവിന്റെയും ദുനിയാവിന്റെ ആളുകളുടെയും ഒക്കെ ബഹുമാനിക്കൽ, ഇതെല്ലാം കൊണ്ട് നാദിമ് തന്റെ കഴുത്തിൽ മാല ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാദിമ് ഇങ്ങനെ പറയുന്നത്. അത്രയും ഒരു പ്രയാസം മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടണം ഈ മദ്ഹ് കൊണ്ട് എന്നർത്ഥം. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി എന്ന ഈ ബൈത്ത് മുതൽ വലം ഉരിദ് സഹറത്ത ദുനിയല്ലത്തി ഖത്തഫത് യദാ സുഹൈദിൻ ബിമാ അസ്നാ അലാ ഹരിമി എന്നതുവരെയുള്ള ബൈത്തുകൾ അതിന്റെ ഖാസിയത്തായിട്ട് പറയുന്നത് ലിൽ മൽസൂഇ,
തേളിന്റെ കുത്ത് ഏറ്റ ഒരു വ്യക്തി. തുക്തബു ഇവയെ എഴുതപ്പെടണം ബി മാഇൽ മതരി വൽ വർദി, മഴവെള്ളം കൊണ്ടും പനനീര് വെള്ളം കൊണ്ടും എഴുതപ്പെടുക. എന്നിട്ട് തുംഹ അതിനെ മായ്ക്കപ്പെടണം. വയശ്റബുഹ, ഈ തേളിന്റെ കുത്തേറ്റവൻ അതിനെ കുടിക്കുകയും ചെയ്യണം. ഫഇന്നഹ തസൂലു സരിഅ, അങ്ങനെ തേളിന്റെ കുത്തേറ്റു അവനക്ക് ഏൽക്കേണ്ടി വന്ന ആ വിഷം, ആ പ്രയാസം വളരെ വേഗത്തിൽ നീങ്ങിപ്പോകും. ബിഇദ്നില്ലാഹി തആല. ബാജൂരി 74. قطعت غي الصبا في الحالتين وما حصلت إلا على الآثام والندم. മേൽ പറയപ്പെട്ട രണ്ടു ഘട്ടങ്ങളിലും യുവത്വത്തിന്റെയും ബാല്യകാലത്തിന്റെയും വഴികേടിന് ഞാൻ വഴങ്ങിപ്പോയി. വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമി, ഇവ കൊണ്ട് കുറ്റങ്ങളും ഖേദവുമല്ലാതെ ഞാൻ വേറെ യാതൊന്നും സമ്പാദിച്ചിട്ടില്ല. ഖതഅതു എന്നുള്ളത് ഫിഇല് ളമീർ ഫാഇലാണ്. ഗയ്യ ബി ഫതഹിൽ ഗൈനിൽ മുഅ്ജമത്തി, അത് മഫ്ഊലും ബിഹിയാണ് ഖതഅതുന്റെ. അസ്സിബ എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. ഫിൽ ഹാലത്തൈനി എന്നുള്ളത് ജാറു മജ്റൂർ, മുതഅല്ലഖ് അതഅതു. വമാ ഹസൽതു എന്നുള്ള മാ, അത് ഹർഫ് നഫിയാണ്. ഹസൽതു ഫിഇല് ളമീർ ഫാഇൽ. ഇല്ലാ ഹർഫ് ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹർഫു ഈജാബാണ് എന്നർത്ഥം. മഅന മുസ്ബത്തായിട്ട് വരും. അലൽ ആസാമി ജാറു മജ്റൂർ, മുതഅല്ലഖ് ഹസൽതു. വന്നദമി, വാവ് ആതിഫാണ്. അന്നദമി, നൂനിന് ഫത്ഹ് കൊണ്ട് ദാലിനും ഫത്ഹ് കൊണ്ട് ആസാമിന്റെ മേൽ അത്ഫാണ്. അത്തഅത്തു ഗയ്യ സിബ എന്ന് പറയുന്ന ബയ്യന ബിഹാദൽ ബൈത്തി, ഈ ബൈത്ത് കൊണ്ട് നാദിമ് വ്യക്തമാക്കുന്നു സബബ കൗനി ശിഅരി വൽ ഖദമി, തൻ്റെ കവിതയും ദുനിയാവിലെ ആളുകളെ സംബന്ധിച്ചുള്ള കവിതയും അവർക്ക് വേണ്ടിയുള്ള സേവനവും ആയി ഖല്ലദാഹുൽ ആസാമ, കുറ്റങ്ങളെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആഭരണം അണിയിച്ചു. അതിന്റെ കാരണം വ്യക്തമാക്കുകയാണ്. അല്ലത്തി, എങ്ങനെയുള്ള കുറ്റങ്ങളാണ് തുഖ്ശ അവാഖിബുഹ, അവയുടെ അന്തിമ നാശം ഭയപ്പെടേണ്ടതാണ്. വദാലിക സബബു, ഈ കാരണം എന്നുള്ളത് ഹുവ ഇതാഅത്തു ഗയ്യിസ് സിബ, കുട്ടിപ്രായത്തിലുള്ള ആ വഴികേടത്തരത്തിന് ഞാൻ വഴിപ്പെട്ടു എന്നുള്ളതാണ്. വൽ ഗയ്യു ളിദ്ദുൽ ഹുദ, സന്മാർഗത്തിന് എതിരാണ് ഗയ്യ്. വഉദീഫ ലിസ്സിബ, ഇവിടെ ഈ ഗയ്യിനെ സിബയിലേക്ക് ചേർത്തി പറഞ്ഞത് ലി അന്നഹു യദഉ ഇലൈഹി, കുട്ടിപ്രായം എന്നുള്ളത് ഈ നാശത്തിലെ വഴികേടത്തരത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യമാണ്. കാരണം ഫഇന്നഹു സമനുൽ ജഹലി വൽ ബതാലത്തി, വിവരക്കേടിന്റെയും യാതൊരു പ്രതിഫലവുമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഫിൽ ഹാലത്തൈനി എന്ന് പറഞ്ഞാൽ ഈ ഹാലത്തൈ ശിഅരി വൽ ഖദമി, ഈ നാട്ടു പ്രമാണികൾക്കും രാജാക്കൾക്കും വേണ്ടിയുള്ള സേവനത്തിന്റെയും അവരെ പുകഴ്ത്തിയിട്ടുള്ള കവിതയുടെയും രണ്ടവസ്ഥയിൽ വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമി വമാ ഹസൽതു മിൻഹുമാ,
ഇത് രണ്ടിനാലും ഞാൻ കരസ്ഥമാക്കിയിട്ടില്ല. ഇല്ലാഹൽ ആസാമില്ലെത്തി സ്വതറത്ത് മിന്നി, അവർ എന്നിൽ നിന്ന് ഉണ്ടായ കുറ്റങ്ങളുടെ മേലല്ലാതെ, വയലൻ നദമി അല തിൽക്കല്ലാസാമി, ആ കുറ്റങ്ങളുടെ മേലുള്ള ഖേദത്തിന്റെ മേലുമല്ലാതെ ഒന്നും ഞാൻ കരസ്ഥമാക്കിയിട്ടില്ല. فيا خسارة نفس في تجارتها لم تشتري الدين بالدنيا ولم تسمي. സ്വന്തം കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച ആത്മാവെ, ഹോ എന്തൊരു കഷ്ടമാണ്, എന്തൊരു അത്ഭുതമാണ്. ലം തസ്തരി ദീന ബിദ്ദുന്യാ, ഈ ദുനിയാവ് കൊടുത്ത് നീ ദീനിനെ വിലക്ക് വാങ്ങിയില്ലല്ലോ. വലം തസ്മി, പോട്ടെ ഒന്ന് വില പറഞ്ഞു നോക്കുക പോലും നീ ചെയ്തില്ലല്ലോ. ഫയാ ഖസാറത, ഇവിടെ യാ ഹർഫു നിദാ ആണ്. ഖസാറത്ത നഫ്സിൻ, ഖസാറത്ത എന്നുള്ളത് മുനാദ മുവാഫ്, നഫ്സിൻ എന്നുള്ളത് മുവാഫുൻ ഇലൈഹിയാണ്. അലാ തരീഖി തഅജ്ജുബി, ഇവിടെ തഅജ്ജുബിന്റെ മാർഗത്തിന്റെ മേലുള്ള മുനാദയാണ്. ഐ മാ അഖ്സറ നഫ്സൻ ഫീ തിജാറത്തിഹാ, ഈ ആത്മാവിനെ അതിന്റെ കച്ചവടത്തിൽ ഇത്ര പരാജയമുള്ളതാക്കിയ കാര്യം എന്താണ്, അത്ഭുതം തന്നെ. ഫീ തിജാറത്തിഹാ ജാറു മജ്റൂർ മുളാഫുഹാ മുളാഫുൻ ഇലൈഹി മുതഅല്ലഖ് ബി ഖസാറത്തിഹാ. ലം തസ്തരി, ലം അർഫ് ജാസിം, തസ്തരി ഫിഅൽ മജ്സൂം ളമീർ ഫാഇൽ, അത് നഅത്താണ്, നഫ്സിനുക്ക് നഫ്സ് സിഫത്താണ്, ജുംല. അദ്ദീന എന്നുള്ളത് ബികസ്രി ദാലിൽ മുഹ്മല, ഈ ദാലിന് കസറ് കൊണ്ട് മഫ്ഊൽ തസ്തരിയാണ്. തസ്തരി എന്ന ഫിഅൽ ളമീർ ഫാഇലിന്റെ മഫ്ഊല. ബിദ്ദുന്യാ ജാറു മജ്റൂർ മുതഅല്ലഖ് തസ്തരി. വലം തസുമി, വാവ് ആതിഫ്, ലം അർഫ് ജാസിം, തസും ഫിഅൽ ളമീർ ഫാഇൽ, ജുംല മഅ്തൂഫ് മഅ്തൂഫുൻ അലൈഹി, ലം തസ്തരി എന്നുള്ള ആ ജുംല. ഹാദൽ ബൈത്തു തഹ്ഖീഖുൽ ലിന്നദമി, ഫയാ ഖസാറത്ത എന്ന ഈ ബൈത്ത് അവന്റെ ആ ഖേദത്തെ ഒന്ന് ഉറപ്പിക്കലാണ്. വതബ്കീതുൽ ലിന്നഫ്സി, അവന്റെ ആ ആത്മാവിനെ മുഖം കുത്തിക്കലുമാണ്. ലിഅന്ന ഫീഹി നിദാഅൻ അലൈഹാ ബിൽ ഖസാറത്തി ഫീ തിജാറത്തിഹാ, കാരണം ഇതില് ആ നഫ്സിന്റെ മേൽ, നഫ്സിന്റെ കച്ചവടത്തിൽ പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വിളിച്ചു പറയലുണ്ട്. ഫകഅന്നഹു ഖാല യാ ഖസാറത നഫ്സിൻ മൗസൂഫത്തിൻ ബിമാ ദുകിറ, ഈ മേൽ പറയപ്പെട്ടത് കൊണ്ട് വിശേഷണം പറയപ്പെട്ട ഈ ആത്മാവിന്റെ പരാജയമേ, ഉഹ്കുരി ഫഹാദ അവാനുക്കി, നീ ഇവിടെ ഒന്ന് ഹാജറാക്, ഇത് നിന്റെ സമയമാണ്. അപ്പൊ ഇതൊരു തഅജ്ജുബിന്റെ മഅനയിലുള്ള നിദാ ആണ്. ഐ മാ അഖ്സറഹ എന്നാണ് അതിന്റെ അർത്ഥം. ഈ നഫ്സിനെ ഇത്ര പരാജയമുളവാക്കിയത് എന്താണ്. വനിദാഉൽ ഖസാറത്തി ലിത്തലഹുഫി വത്തഹസ്സുരി, ഖസാറത്തിനെ, പരാജയത്തെ വിളിക്കുന്നത് അത് തലഹുഫിന് വേണ്ടിയാണ്, ഒരു സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഫീ തിജാറത്തിഹ, ആ നഫ്സിന്റെ കച്ചവടത്തിൽ. കച്ചവടം എന്ന് പറഞ്ഞാൽ അസലില് തലബുർ റിബിഹി ബിൽ ബൈഇ വശറാഇ, വാങ്ങലും വിൽക്കലും നടത്തിയിട്ട് ലാഭം തേടുക എന്നുള്ളതാണ്. ഇവിടെ ഒരു മജാസായിട്ടുള്ള പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഫീ എന്നുള്ളതിന്റെ മുത്തഅല്ലിഖ് പറഞ്ഞല്ലോ ഖസാറത്താണ്. ലം തസ്തരി, ആ നഫ്സ് വാങ്ങിയില്ല.
അദ്ദീന ബിദ്ദുന്യാ ഐ ലം തഖുദുഹു ബദലഹ. ദുന്യാവിന് പകരം ദീനിനെ അത് സ്വീകരിച്ചില്ല, പിടിച്ചില്ല. ദുന്യാവിനെ ഒഴിവാക്കിയിട്ട് ദീനിനെ പകരം മേടിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. വമൻ യബിഅ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. പരലോകം നഷ്ടപ്പെടുത്തി ഇഹലോകം വാങ്ങുന്നവൻ തന്റെ വ്യാപാരത്തിലും ഇടപാടിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. പരലോകം നഷ്ടപ്പെടുത്തി ഇഹലോകം വാങ്ങുന്നവന് തന്റെ വ്യാപാരത്തിലും ഇടപാടിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. വമൻ എന്നുള്ളത് ഇസ്മു ഷർത്ത് മുബ്ത ജാസിമാണ്. യബിഅ് ഫിഅ്ലു മജ്സൂം, ളമീർ ഫായില് ജുംല, ഈ മൂത്താന്റെ ഖബർ. ആജിലൻ എന്നുള്ളത് മഫ്ഊലാണ്. മിൻഹു ജാറു മജ്റൂർ, മുതഅല്ലഖ് ജാറു മജ്റൂർ സിഫത്താണ് മിൻഹു. ആജിലൻ എന്നുള്ളതിന് സിഫത്താണ്. ബി ആജിലിഹി ജാറു മജ്റൂർ, മുതഅല്ലഖ് യബീഅ്, യബീഅ്. യബിൻ, യബിൻ എന്നുള്ളത് ഫിഅ്ല് മജ്സൂം, ളമീർ ഫായില്, ജവാബ, ഷർത്തിന്റെ ജവാബാണ്. ലഹു ജാറു മജ്റൂർ, യബിൻ എന്നുള്ളത് ഫിഅ്ല്, അൽ ഗബ്നു ഫായില്, ജുംല ജവാബ്. ലഹു എന്നുള്ളത് ജാറു മജ്റൂർ, മുതഅല്ലഖ് യബിൻ എന്നുള്ളതിനോട്. ഫീ ബൈഇൻ ജാറു മജ്റൂർ, മുതഅല്ലഖ് ഗബ്ന്. വഫീ സലമി വാവ് ആതിഫ്, ഫീ സലമി ജാറു മജ്റൂർ മഅ്തൂഫ് മഅ്തൂഫുൻ അലൈഹി ബൈഅ്, ഫീ ബൈഅ്. ആജിലൻ എന്ന് പറഞ്ഞാൽ അംറൻ ആതിയൻ വറാദ ബിഹി അൽ ആഖിറത്തുൽ ബാഖിയത. വരാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് ആജിലിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നെന്നും അവശേഷിക്കുന്ന ആഖിറൻ എന്നാണ്. മിൻഹു എന്ന് പറഞ്ഞാൽ അവിടെ ഐ ലഹു എന്നാണ് അർത്ഥം. ളമീർ മടങ്ങുന്നത് ആ മെന്ന് കൊള്ളയാണ്. അപ്പോ ആ ലഹു എന്ന് പറഞ്ഞാൽ ആ ആഖിറത്തിന് അവൻക്കുള്ള ആഖിറത്തിന് അവൻ ദുന്യാവിലേക്ക് വിറ്റു. ബി ആജിലിഹി, ആജില് കൊണ്ട് ഇവിടെ ഉദ്ദേശം അറാദ ബിഹി ദുന്യൽ ഫാനിയത്ത. ആജിലി എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ദുനിയാവ് എന്നാ ഉദ്ദേശിച്ചത്. അപ്പോ ബി അന്ന അഖ്ദൽ ആജിലി വ തർക്കൽ ആജിലി, ദുന്യാവിനെ സ്വീകരിക്കുകയും ആഖിറത്തിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക, അത് അവൻക്കതിൽ വലിയ നഷ്ടം സംഭവിക്കുന്നതാണ്. യബിൻ എന്നാണ് യൽഹർ, യൽഹർ ലഹുൽ ഗബ്നു, അവനക്ക് നഷ്ടം വ്യക്തമാകുന്നതാണ്. ഗബ്ന് നഖ്സ്, ഖസാറത്ത്, പരാജയം, നഷ്ടം. ഫീ ബൈഇൻ, ബൈഅ് കച്ചവടത്തിലും. വഫി സലമി, വഫി സലമി എന്നാണ്, സലം എന്ന് പറഞ്ഞാൽ നൗഉ മിനൽ ബൈഇൽ ഖിദാഇ, ചതി വരാൻ ഇടയുള്ള ഒരു ഇനം കച്ചവടമാണ്. ദിമ്മത്തിൽ വസ്തു പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണല്ലോ അത്. അപ്പൊ ഏത് നിലക്കാണെങ്കിലും അവന്റെ വ്യാപാര ഇടപാടിലൊക്കെ അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇൻ ആതി ദംബൻ ഫമാ അഹദി ബിമുൻതഖിദി മിനൻ നബിയ്യി വലാ ഹബ്ലി ബിമുൻസരിമി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കരാറ് ലംഘിച്ചു കൊണ്ടല്ല. വലാ ഹബ്ലി ബി മുൻസരിം,
അവിടുന്നുമായി എന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന, ഞാൻ പിടിച്ചിരിക്കുന്ന കയറ് മുറിഞ്ഞിട്ടുമില്ല തന്നെ. ഇൻ ആത്തി, ഇന്ന് ഹർഫ് ഷർത്താണ് ഇവിടെ. ആത്തി എന്നുള്ളത് ഷർത്തിന്റെ ഫീൽഡ്, അത് മജ്സൂമാണ്, അവസാനം കളയൽ കൊണ്ട്. അഫ്അൽ എന്നർത്ഥം. ഞാൻ ചെയ്താൽ, ദമ്പൻ ഐ ജറമൻ, ബഅദമാ തഖദ്ദമ മിൻ തൗബതി ബിൻ നദമി അല അശ്ശഇരി വൽ ഖദമി സാബിഖൈൻ വഗൈരിഹിമാ മിനൽ മആസി. മുമ്പ് പറഞ്ഞു പോയ ആ രണ്ട് തെറ്റുണ്ട്. ഒന്ന്, ദുനിയാവിലെ ആളുകളെ സംബന്ധിച്ചുള്ള ഇല്ലാത്ത മദ്ഹുകളൊക്കെ പറഞ്ഞ് കവിത രചിക്കലും പാടലും, അതുപോലെ തന്നെ ദുനിയാവിലെ നേതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുക, രാജാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുക, കൂടാതെയുള്ള മറ്റു തെറ്റുകൾ. ഇതിന്റെ പേരിലെല്ലാം ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്തു എന്നതിന്റെ ശേഷവും എന്നിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ, ഫമാ അഹദി ഐ ഫലൈസ, ഇവിടെ ഫാ ജവാബി കൊടുത്തതാണ്, വൽ ഫാഉ റാബിത്തത്തു ലിൽ ജവാബി എന്നാണ്, ജവാബിന്റെ ജവാബി കൊടുത്തതാണ്. ഫമാ അഹദി ഐ മീസാഖി ബിമുന്തഖിദി ഐ കുല്ലു അംരിൻ ശഅനുഹു അൻ യുറാഇയ വ യുഹാഫള അലൈഹി വഅറാദ ബിഹി അഹദൽ ഈമാനി വൽ ഇസ്ലാം. ഇവിടെ മീസാഖ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടേണ്ട ഏതു കാര്യങ്ങളും എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാകുന്ന, ഈമാനാകുന്ന ആ ഒരു കരാർ. ആ കരാറ് എന്റെ ആ കരാറല്ല ബി മുന്തഖിദിനായി ബാത്തിലിൻ, അത് മുറിഞ്ഞതല്ല. അപ്പോ ഞാൻ അങ്ങനെ പിന്നെയും തെറ്റ് സംഭവിച്ചു എന്നതിന്റെ പേരിൽ നിബിധങ്ങളുമായിട്ടുള്ള എന്റെ ആ കരാറ് അതുകൊണ്ട് മുറിയുകയില്ല എന്നർത്ഥം. വലാ ഹബിലി മിനൻ നബിയ്യി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി വലാ ഹബിലി ഐ വസ്ലി ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുമായിട്ടുള്ള എന്റെ ആ ചേരൽ, ഈ മുൻസരിമിൻ മുൻഖത്തിഇൻ, അതും മുറിഞ്ഞതല്ല. അലി കമാലി മഹബ്ബത്തി ലഹു, റസൂലുള്ളാഹിനോടുള്ള എന്റെ ആ പൂർണ്ണമായ മഹബത്തിന് വേണ്ടി, വഖുവ്വത്തി റജാഇ ഫിഹി, റസൂലുള്ളാഹിയിലുള്ള എന്റെ ആ ശക്തമായ ആഗ്രഹം, പ്രതീക്ഷ, വഇൻകാന ദംബു ശഅനുഹു ഖത്ഉൽ മവദ്ദത്തി വസവാലുൽ മഹബ്ബത്തി, ഒരു തെറ്റിന്റെ ശരിയായ അവസ്ഥ, കാര്യം എന്ന് പറയുന്നത് അത് സ്നേഹത്തെയും ഇഷ്ടത്തെയും ഒക്കെ മുറിക്കലും നീക്കിക്കളയലുമാണ്. കാരണം അന്നമൻ അസാക ഫഖദ് ആദാക, അനക്ക് എതിര് പ്രവർത്തിക്കുന്നവൻ എന്നോട് ശത്രുത വെച്ചു പുലർത്തി എന്നാണ് ഒരു പൊതു നിയമം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാന് റസൂലുള്ളാഹിനോട് അങ്ങേയറ്റത്തെ മഹബത്തുള്ള ഈ ഘട്ടത്തിലും എന്നിൽ നിന്ന് പല തെറ്റുകളും സംഭവിക്കുന്നത് നബിതങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധവും ചേരലും മുറിക്കലല്ല. ഞാൻ റസൂലുള്ളാഹി തങ്ങൾ അഫ്വ് ചെയ്യും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അതിവിടെ മുറിയുന്നില്ല എന്റെ ആ ബന്ധം എന്നാണ് നാദിമ് ഇവിടെ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഹാദൽ ബൈത്തു തൈനീസുൽ ലിന്നഫ്സി വതറജ്ജിൽ ലഹാ ഫീ റഹ്മത്തില്ലാഹി തആല, ഈ ബൈത്ത് എന്ന് പറയുന്നത് നഫ്സിനെ നേരം പോക്കാക്കലും അള്ളാന്റെ റഹ്മത്തിൽ ആഗ്രഹം ജനിപ്പിക്കലും ആണ്, പ്രതീക്ഷ വെപ്പിക്കലുമാണ് ഈ ബൈത്ത് കൊണ്ടുള്ള ലക്ഷ്യം. ഇന്നാത്തി ദമ്പൻ എന്ന് പറയുന്ന ബൈത്ത് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഇന്നലി ദിമ്മത്തൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി, എന്റെ പേര് മുഹമ്മദ് എന്നായതിനാൽ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എനിക്കൊരു കരാറുണ്ട്, ഒരു ആദരവുണ്ട്. പടപ്പുകളിൽ ഏറ്റവും
നന്നായി കരാർ പാലിക്കുന്നവരാണ് അവിടുന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ പേരും റസൂലുള്ളാഹിന്റെ പേരുമായിട്ട് യോജിച്ചു വന്നതുകൊണ്ട് അത്തരം പേരുകൾ യോജിച്ചു വന്നവർക്ക് രക്ഷയുണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയുമാണ് ഇവിടെ നാദിമ് വെച്ച് പുലർത്തുന്നത്. ഫഇന്നലി ഐ മിൻ അജലി അഹദി വ ഹബിലിയൽ മദ്കൂറൈനി സിമ്മത്തൻ മിൻഹു, ഒരു ആദരവുണ്ട്. മിൻഹു മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മുത്താലിക്ക് ദിമ്മത്താണ്. ബി തസ്മിയത്തി ഐ മിൻ അജലി അൻ സുമ്മീതു മുഹമ്മദ ഐ വാഫഖ തസ്മിയത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തസ്മിയത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പേര് റസൂലുള്ളാഹിന്റെ ആ പേര് പറയലിനോട് യോജിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ഈ പേരിന്റെ ആ പേര് പറയലിനെ മുറിക്കുകയില്ല. അതിന്റെ മേൽ തറത്തുപായി വരുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യൂല. മൻ തസമ്മ ബിസ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് പേര് പറഞ്ഞവർക്കുള്ള ശ്രേഷ്ഠത വിവരിക്കുന്നുണ്ടല്ലോ. യൂഖഫു അബ്ദായിന ബൈന യദയില്ലാഹി അസ്സ വജല്ല ഫയഉമുറു ബിഹിമാ ഇലൽ ജന്നത്തി, രണ്ടു മനുഷ്യന്മാരെ അള്ളാഹിന്റെ മുന്നിൽ നിർത്തപ്പെടും, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്യും. ഫയഖൂലാനി റബ്ബന ബിമസ്തഹ്ലന അൽ ജന്നത്ത, ഞങ്ങൾ സ്വർഗത്തിലേക്ക് എങ്ങനെ അർഹരായി. വലം നഅമൽ അമലൻ യുജാസീനൽ ജന്ന, സ്വർഗം പ്രതിഫലം ലഭിക്കാനുള്ള അമലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഫയഖൂലുല്ലാഹു തആല ഉദ്ഖുലൽ ജന്നത്ത, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ എന്ന് അല്ലാഹു പറയും അവരോട്. ഫഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ യദ്ഖുലൻ നാറ മൻ ഇസ്മുഹു അഹ്മദ് വലാ മുഹമ്മദ്, ഞാന് എന്റെ നഫ്സിന്റെ മേൽ തീരുമാനമെടുത്തതാണ്, ഒരുത്തന്റെ പേര് അഹമ്മദ് എന്നോ മുഹമ്മദോ എന്നാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അങ്ങനത്തെ നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തതാണ്. ഫൈദുൽ ഖദീറില് ഈ ഹദീസ് 7932 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ഹദീസുകളുണ്ട്. അപ്പൊ ഈ ഒരു പ്രതീക്ഷയാണ് ഇവിടെ നാദിമ് പ്രകടമാക്കുന്നത്. മറ്റൊരു ഹദീസിലുള്ളത് വഅൻ ജഅഫർ ബിൻ മുഹമ്മദ് ഇദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, അലാ ലിയഖും മൻ ഇസ്മുഹു മുഹമ്മദ്, പേര് മുഹമ്മദായ ഒരുത്തൻ എഴുന്നേൽക്കട്ടെ, ഫയദ്ഖുലുൽ ജന്നത്ത, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ, കറാമത്തൽ ലിസ്മിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആ പേരിനോടുള്ള ആദരവായിക്കൊണ്ട്. വഫീ ലഫ്ദിൻ ആഖറ യുനാദി യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, യാ മുഹമ്മദു എന്ന്. ഫയർഫഉ റൗസഹു ഫിൽ മൗഖിഫി, അപ്പോ ഖിയാമത്ത് നാളിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ മുഹമ്മദ് തന്റെ തലയെ ഉയർത്തും. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, ആ സമയത്ത് അള്ളാഹു പറയും, ഉഷ്ഹിദുക്കും, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുന്നു, അന്നീ ഖദ് ഗഫർതു ലികുല്ലി മൻ ഇസ്മുഹു അലാ ഇസ്മി മുഹമ്മദ്, ഞാൻ മുഹമ്മദ് എന്ന് പേരുള്ള എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന. വഅൻ അബി ഉമാമത്ത മൻ വുലിദ ലഹു മൗലൂദൻ, ഒരാൾക്കൊരു കുട്ടി ജനിച്ചു, ഫസമ്മാഹു മുഹമ്മദ, അവനക്ക് മുഹമ്മദ് എന്ന് അവൻ പേര് വെച്ചു, തബറുക്കൻ, ബറക്കത്തിന് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിന്റെ ആ ബറക്കത്ത് ലഭിക്കണം എന്ന ആ ഉദ്ദേശത്തിൽ. എന്ന കാന ഹുവാവ മൗലൂദുഹു ഫിൽ ജന്ന, അവനും അവന്റെ കുട്ടിയും സ്വർഗത്തിലാവും എന്നാണ്. മറ്റൊരു ഹദീസിൽ അലി ഇബ്നു അബി താലിബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത്, മാമിൻ മായിദത്തിൻ വുളിഅത്ത് ഫഹദറ അലൈഹ
ഏതൊരു ഭക്ഷണ സുപ്രയും അതിനെ വെക്കപ്പെട്ടു. അവിടെ മൻ ഇസ്മുഹു അഹമ്മദ് ഔ മുഹമ്മദ്, മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ പേരുള്ള ഒരാൾ ആ സുപ്രന്റെ മേൽ ഹാജരായി ഭക്ഷണം കഴിക്കാൻ എങ്കിലില്ല ഖദ്ദസല്ലാഹു ദാലിക്കൽ മൻസില മർറത്തൈനി, അല്ലാഹു തആല ആ വീടിനെ 2 വട്ടം പരിശുദ്ധമാക്കും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. വബിൽ ജുംലത്തി ഫതസ്മിയത്തു ബിസ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംറുൻ മൻദൂബുൻ, മൊത്തത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് പേര് വെക്കുക എന്നുള്ളത് ഒരു സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ബാജൂരി 74, 75, 76, 77 പേജുകളിൽ അതിന്റെ ഹാമിഷ് ഖാലിദുൽ അസ്ഹർ അടക്കം, അതുപോലെ തന്നെ അസീദത്തു ശുഹദ, അതേ പ്രകാരം അസ്സുഖ്റു വൽ ഉദ്ദ, അതുപോലെ തന്നെ അൽ ഉംദത്തു ഫി ശർഹിൽ ബുർദ എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ വിശദീകരണങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്.